നമ്മളിന്ന് കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്ന് മഹാരാഷ്ട്രയിലെ ജൽഗോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. രാവിലെ നമ്മൾ എയർപോർട്ടിലേക്കുള്ള യാത്രയാണ്. ഡയറക്റ്റായിട്ട് നമ്മൾ പോകുന്നില്ല. അത് നമ്മൾ പോകുന്നത് വഴിയിൽ ഹൈദരാബാദിൽ ഇറങ്ങിയിട്ടാണ് പോകുന്നത്. വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. അദാനിയുടെ ആപ്പ് വഴി നമുക്ക് പാർക്കിംഗ് സ്ലോട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ ബുക്ക് ചെയ്യാം. 2 ദിവസത്തേക്ക് 250 രൂപയെ ചാർജ് വന്നുള്ളൂ എയർപോർട്ടിലെ പാർക്കിംഗ്. റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്യുന്നതിന് പോലും ഇപ്പോൾ പ്രീമിയം പാർക്കിങ്ങിന് 1 ദിവസത്തേക്ക് ഇതിനേക്കാളും ചാർജുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഓൺലൈൻ വഴി നമ്മൾ അദാനി ആപ്പിൽ കയറി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ റേറ്റ് കുറച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എയർപോർട്ടിൻ്റെ പാർക്കിംഗ്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിൻ്റെ കുറേ മോഡിഫിക്കേഷനൊക്കെ നടത്തി നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് കാണാൻ. ഡൊമസ്റ്റിക് ടെർമിനലിൻ്റെ ലുക്കേ മാറിയിട്ടുണ്ട് കാണാൻ. നമ്മൾ നേരെ സെക്യൂരിറ്റി ഫസ്റ്റ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറി. നമ്മുടെ ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ ഇവിടെ ഒന്നും സ്കാൻ ചെയ്യേണ്ടി വന്നില്ല. നേരെ അകത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഈ രാവിലെ സമയമുണ്ട് ഒരുപാട് ഫ്ലൈറ്റുകൾ പല സ്ഥലത്തേക്ക്, ബോംബെയിലേക്ക്, പിന്നെ അതുപോലെ തന്നെ ബാംഗ്ലൂർ, ഇങ്ങനെ പല പല ഫ്ലൈറ്റുകളുള്ളൊരു പ്രൈം ടൈമാണ്. നല്ല തിരക്കായിരുന്നു. അപ്പോൾ വിചാരിച്ച് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. നേരെ തിരുവനന്തപുരത്തെ എയർപോർട്ടിനകത്തുള്ള ലോഞ്ചിൽ ആദ്യമായിട്ട് കയറി. നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് കൊടുത്തിട്ടാണ് കയറിയത്. കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്ക് ലോഞ്ചിന് ചാർജ് 2 രൂപയാണ് വരുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ കാർഡിൽ നമ്മൾ കൊടുത്തപ്പോൾ അത് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. SBIയുടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്നവർ പറഞ്ഞു. വളരെ ചെറിയൊരു ലോഞ്ചാണെങ്കിലും കൊള്ളാം കേട്ടോ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ലോഞ്ച്. ഇതാണ് ലോഞ്ചിൻ്റെ അകത്തെ കാഴ്ച. അങ്ങനെ ഇവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ ഫ്ലൈറ്റിനുള്ള സമയമാകുന്നു. ഹൈദരാബാദിലേക്ക് ഇവിടുന്ന് 7:35 ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റ് വന്നിട്ട് ഹൈദരാബാദിൽ 9:15 ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിനകത്തുള്ള ഷോപ്പുകളുടെ കാഴ്ചകളാണ്. രാവിലെ കുറേ ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു. ഞാൻ ഏറ്റവും അവസാനമൊക്കെയാണ് ചെന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാതെ ബഹളമൊന്നുമില്ലാതെ നേരെ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിലേക്ക് നേരിട്ട് കയറാൻ പറ്റുന്നില്ല. ഷട്ടിൽ ബസ്സിൽ കയറിയാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് രാവിലത്തെ ഒരു കാഴ്ചയുണ്ടല്ലോ, ഈ സൂര്യൻ്റെ ഉദിച്ചു വരുന്ന കാഴ്ച എയർപോർട്ടിലെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ തിരുവനന്തപുരം എയർപോർട്ടിലെ കാഴ്ച. ഒരുപാട് പേര് അവിടെ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് കണ്ടു. നമ്മളങ്ങനെ ഇൻഡിഗോയുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ഹൈദരാബാദ് വരെയുള്ള ആദ്യ ഫ്ലൈറ്റിൻ്റെ ആയിട്ടുള്ള ഇൻഡിഗോ ഫ്ലൈറ്റിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ബസ് അതിൻ്റെ ആ പാർക്കിംഗ് ഏരിയ കൊണ്ട് നിർത്തി. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ആളുകളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഒരുപാട് പേര്. നല്ല കാഴ്ച. അത് നേരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. ഇൻഡിഗോ ആസ് യൂഷ്വൽ കൃത്യമായ ടൈമിൽ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ 7:35 എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് എടുക്കുമെന്നാണ് അവർ അനൗൺസ് ചെയ്യുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ വെളിയിൽ നിന്നുള്ള എയർപോർട്ടിൻ്റെ കാഴ്ച. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലെത്തി. അത്യാവശ്യം ഫുള്ളായിരുന്നു ഫ്ലൈറ്റ്, ഹൈദരാബാദ് ഫ്ലൈറ്റ്. ഒരുപാട് ആളുകൾ, ഫോറിനേഴ്സും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ഫ്ലൈറ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഹൈദരാബാദിലേക്ക് നമ്മൾ ഇപ്പോൾ പോവുകയാണ്. എനിക്ക് സൈഡ് സീറ്റ് അല്ല കിട്ടി, അതുകൊണ്ട് തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഹൈദരാബാദിലെത്തി. ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറങ്ങി അങ്ങോട്ടേക്ക് എക്സിറ്റിൻ്റെ പോയിന്റിലേക്ക് നടന്നു പോവുകയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് ട്രാൻസ്ഫറിന് പോകേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ നടന്ന് നമ്മൾ എക്സിറ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ ഡൊമസ്റ്റിക് ടെർമിനലിലെ ട്രാൻസ്ഫർ പോയിന്റിലേക്ക് പോകണം. ഇത് ആണ് നമ്മളുടെ ഇറങ്ങി വരുമ്പോൾ മനോഹരമായിട്ടുള്ള എയർപോർട്ടിൻ്റെ കാഴ്ച. വളരെ വലിയ എയർപോർട്ടാണ്. ഏറ്റവും കൂടുതൽ ഒരു ട്രാഫിക്കിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ ഉള്ളൊരു എയർപോർട്ടാണിത്. എന്താണ്ട് മുകളിൽ ഒരുപാട് ഷോപ്സും ഒക്കെ ഉണ്ട്. ഏകദേശം 100ഓളം അവിടെ ടെർമിനലുകൾ ഉണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1, 2, 3 എന്നൊക്കെ നമ്പറുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോക്കിയൊക്കെ പോയി കണ്ടുപിടിക്കണം. അതിന് ഒരായിട്ട് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇലക്ട്രിക് ക്യാബുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഹൈദരാബാദ് എയർപോർട്ടിലുള്ള നമ്മളുടെ കുറച്ച് സമയത്തെ വിശ്രമത്തിന് ശേഷം നമ്മൾ ജാൽഗണിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റിൽ കയറാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ആ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി അവിടെ അവർ അല്പം ലേറ്റായി പോയി. ഞാൻ അവിടെ ഇരുന്ന സമയത്ത് അവരെന്നെ ഫോൺ ചെയ്ത് വിളിച്ചു. ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ അവർ ഫോൺ ചെയ്ത് വിളിച്ചു. എന്നിട്ട് നമ്മൾ ഈ പറയുന്ന എയർ ഇന്ത്യയുടെ ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് നേരെ കാണുന്നതാണ് നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റ്. കുട്ടി ഫ്ലൈറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ കമ്പനിയുടെ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. നല്ല രസകരമായിട്ടുള്ളൊരു ചെറിയ ഫ്ലൈറ്റാണ് കേട്ടോ ഇത്. എൻ്റെ അടുത്തെത്തുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ഭംഗി എന്ന് പറയുന്നത്. Fly 91 എന്ന് പറയുന്ന
എൻ്റെ ഫ്ലൈറ്റാണ്. അത് ഉഡാൻ സ്കീമിലൊക്കെ ഉള്ളൊരു ഫ്ലൈറ്റാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്ലൈ 91 ഫ്ലൈറ്റ്. ഇത് ഫ്ലൈ 91 ഫ്ലൈറ്റ് ഇങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ജാൽഗൺ, ഇതാണ് ഫ്ലൈറ്റിനകത്തുള്ള കാഴ്ച കേട്ടോ. ചെറിയ ഫ്ലൈറ്റ് നമ്മൾ കയറി വന്നു. സീറ്റിലൊക്കെ 2 സൈഡിലും 2 സീറ്റ് ഇതുള്ള ചെറിയ ഫ്ലൈറ്റാണ്. ATR ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലൈറ്റാണിത്. അപ്പോൾ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് 2-3 സ്ഥലത്തൊക്കെ ഉള്ളൂ ഈ ഫ്ലൈ 91 ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് ഹൈദരാബാദിൽ നിന്ന് ജാൽഗണിലേക്ക്, പിന്നെ അവിടെ നിന്ന് ഗോവയിലേക്കുണ്ട്, അവിടെ നിന്ന് പൂനെയിലേക്കുണ്ട്. അങ്ങനെ ഇങ്ങനെ ഇൻ ബിറ്റ്വീൻ ആ കുറച്ച് ഏരിയയിലേക്ക് സർവീസ് നടത്തും. പിന്നെ അഗട്ടിയിലേക്ക് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല അതിപ്പോൾ സർവീസ് ഉണ്ടെന്ന് അറിയില്ല. അഗട്ടിയിലോട്ടും ഉണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. അങ്ങനെ കൃത്യസമയത്ത് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ എന്താ പറയുന്നത് ആക്ച്വൽ ടൈം ആ ബോർഡിൽ കണ്ടത് 11:30 രാവിലെ. പക്ഷേ ആ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞത് അത് വൈകുന്നേരം 4 മണിക്കാണ് ഇപ്പോൾ സ്ഥിരം പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ 4:30 4:35 പറഞ്ഞിരുന്നത്. 4:50 ആയപ്പോഴത്തേക്കും ഫ്ലൈറ്റ് എടുത്തു. അങ്ങനെ ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ആ ഫ്ലൈറ്റിൽ പോകുമ്പോൾ. അങ്ങനെ നമ്മൾ ടേക്ക് ഓഫിന് തയ്യാറാകുകയാണ്. ഇവിടെ നിന്ന് ചെറിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അവർ എന്നാൽ അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട്. ഫ്ലൈറ്റ് കുഴപ്പമൊന്നുമില്ല, നല്ല കാണാനൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഫ്ലൈറ്റ്. പിന്നെ അത്യാവശ്യം യാത്രക്കാരും ഉണ്ടായിരുന്നു, ഫുള്ളായിരുന്നു ഫ്ലൈറ്റിൽ. നമ്മൾ അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് നേരെ മഹാരാഷ്ട്രയിലെ ജൽഗോണിലേക്കുള്ള യാത്രയിലാണ്. ഇതാണ് ഫ്ലൈറ്റിൽ നിന്നുള്ള ഹൈദരാബാദിൻ്റെ താഴേക്കുള്ള കാഴ്ച. ഒരുപാട് കെട്ടിടങ്ങളൊക്കെ താഴെ കാണാം. അങ്ങനെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ നേരെ ജാൽഗണിലേക്ക് പോവുകയാണ്. ചെറിയൊരു തടാകമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്താ താഴെയായിട്ടൊരു ചെറിയ തടാകവും കാര്യങ്ങളൊക്കെ കാണുന്നു. അങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും സമയം എടുക്കുന്നുണ്ട് നമുക്കിവിടെ എത്തിച്ചേരാൻ വേണ്ടി. അങ്ങനെ അപ്പോഴത്തേക്കും നമുക്ക് അനൗൺസ്മെൻറ്റ് വന്ന് നമ്മൾ ജാൽഗണിലേക്ക് എത്തുകയാണെന്ന് പറഞ്ഞിട്ട് താഴെ കുറേ പാടങ്ങളൊക്കെ കാണുന്നത്. നെല്ലല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, ഗവൺമെൻറ്റൊക്കെ പാടമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ 1 മണിക്കൂർ 10 മിനിറ്റും കഴിഞ്ഞിട്ട് നമ്മൾ ജാൽഗൺ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നു. ജാൽഗൺ എയർപോർട്ട് ഒരു കുട്ടി എയർപോർട്ടാണ് കേട്ടോ. നമ്മളെ എന്താ പറയുക പാന്ത് നഗറൊക്കെ പോലത്തെ എയർപോർട്ടുണ്ട്, ചെറിയ എയർപോർട്ടാണ്. ഡൊമസ്റ്റിക് എയർപോർട്ടാണ്, ചെറിയൊരു എയർപോർട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മളുടെ വിമാന കമ്പനിയുടെ ഫ്ലൈറ്റുകളാണ് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വേറൊരു കമ്പനിയുടെ കൂടെ ഉണ്ട് കേട്ടോ, ഇവിടുന്ന് ബോംബെയിലേക്ക്. അത് നമ്മുടെ എയർ ഇന്ത്യയുടെ ഒരു സബ്സിഡറി കമ്പനി ഉണ്ടല്ലോ, അവരുടെ ഒരു വിമാനം ബോംബെയിലേക്ക് സർവീസ് നടത്തുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടായിരുന്നു. അത് 2 ഉള്ളൂ. ഇതാണ് പറഞ്ഞത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്തുള്ള കാഴ്ച. രാവിലെ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സമയത്തായിരുന്നു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്, മഹാരാഷ്ട്രയിൽ എത്തിയിരിക്കുകയാണ്. നല്ല മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. ഇവിടെ ഒരു 36 ഡിഗ്രിയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥ. എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ ക്രൂവും ആ ടീമുകളൊക്കെ വന്ന് അവിടെ നല്ല ഫ്ലൈറ്റ് വന്നപ്പോൾ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇതാ നമ്മളെ ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ആണ് വെളിയിലേക്കുള്ള. നേരെ കാണുന്നതാണ് ചെറിയൊരു ഓഫീസ്. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ആളുകളൊക്കെ ഇറങ്ങി നമ്മൾ ലാസ്റ്റിലേക്കാണ് എത്തുന്നത്. വെളി എത്തിയപ്പോഴത്തേക്കും കണ്ട മനോഹരമായിട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ഒരു കാഴ്ചയാണ്. ഫ്ലൈ 91 എന്ന് പറയുന്നത് ആ ഒരു കുട്ടി ഫ്ലൈറ്റ്. അതിൻ്റെ ഫ്യൂവലൊക്കെ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത്യാവശ്യം നമുക്ക് ഇത്തരത്തിലുള്ള റൂറൽ ഏരിയയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രകൾക്ക് നമുക്ക് 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്യാൻ ഒരു കുഴപ്പമില്ല. അങ്ങനെ ആഡംബര ഫ്ലൈറ്റല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ടെർമിനലിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അപ്പുറത്തെ സൈഡിൽ കണ്ടോ കുറേ ആളുകൾ ഇവിടുന്ന് റിട്ടേൺ ഹൈദരാബാദിലേക്ക് 6:30 6:45 എന്തോ സർവീസ് ഉണ്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 6:45 തോന്നുന്നു. അതിനുവേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഇത് അറൈവൽ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അറൈവൽ പോയിന്റ് ഇത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർപോർട്ടാണ്. അങ്ങനെ നമ്മൾ ജാൽഗോൺ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഏകദേശം 10 മിനിറ്റോളം നമ്മുടെ ഈ കാഴ്ചകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ച വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്ന് ജാൽഗോണിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച.